ഷാജി കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ചാനലിലും പോയിട്ടിരുന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് അവിടെ എന്തൊക്കെ പറയണം എന്തൊന്നും പറയരുത് എന്നൊന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് പരസ്പര വിരുദ്ധമായിട്ട് ഇന്ന് പറഞ്ഞതായിരിക്കില്ല നാളെ പറയുക. അങ്ങനെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമുക്കും അവൾക്കും തന്നെ ഒന്നും മനസ്സിലാകാത്ത രീതിയിലേക്ക് എത്തിച്ച് ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഷാജിദ. 33 വയസ്സുള്ള 5 കുട്ടികളുടെ ഒരു ഉമ്മയാണ് ഈ ചെയ്യുന്നതെന്ന് ഓർക്കണം. അവരുടെ ടോപ്പിക് ഒരിക്കലും അവസാനിക്കില്ല. കേട്ട് നമ്മൾ മടുത്തു. പക്ഷേ ഷാജി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതാണ്. വളരെ ദുർഘടം പിടിച്ചൊരു പാതയിലൂടെയാണ് അവരിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവളല്ലാത്ത മറ്റെല്ലാവരും അത് മനസ്സിലാക്കി കഴിയുകയും ചെയ്തു. ഷാജിദയുടെ ഭർത്താവിൻ്റെ മരണത്തിൽ ഷാജിദയെ സംശയിക്കുന്ന തരത്തിൽ പല കമൻറ്റുകളും ഇതിനിടയ്ക്ക് വന്നിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഭർത്താവിൻ്റെ ബന്ധുക്കൾ ആ മരണത്തിൽ ഷാജിദയുടെ കൈകൾ ഉണ്ടെന്ന തരത്തിലുള്ള അലിഗേഷൻസുമായിട്ടാണ് മുന്നോട്ട് വന്നത്. ആ മരണത്തിൽ കൂടുതൽ അന്വേഷിക്കണമെന്നും ആക്ഷൻ കമ്മിറ്റികൾ അതിനുവേണ്ടി രൂപീകരിക്കുമെന്നാണ് അവർ പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷാജിദയുടെ നാത്തൂൻ ഷാജിദയെക്കുറിച്ച് കുറച്ച് അലിഗേഷൻസ് ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതിലൊന്നും വാസ്തവമില്ലെന്നും അസൂയ കൊണ്ട് പറയുന്നതാണെന്നും അവരുടെ മകളുടെ കുറച്ച് അവിഹിത കഥകളൊക്കെ പറഞ്ഞ് ജനശ്രദ്ധ തിരിച്ചുവിടുകയാണ് ചെയ്തത്. അതിനുശേഷം ഷെറഫ് അലിയും റൌഫുമൊക്കെയുള്ള വിവാദങ്ങളിലേക്ക് ആളങ്ങ് മൂക്കുകുത്തി വീഴുകയായിരുന്നു. ഷെറഫ് അലിയുടെയും ഷാജിദയുടെയും കാര്യം എടുത്തു നോക്കുമ്പോൾ ഇരുവരും തമ്മിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ വിവാഹവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നത്. റൌഫിൽ നിന്നും ഭീമമായ തുക ആവശ്യപ്പെട്ടത് ഷെറഫ് അലിയുടെ അറിവോടെ ആവാനാണ് സാധ്യത. കാരണം ഷെറഫ് അലിയുമൊത്ത് അന്ന് വയനാട്ടിൽ പോയിട്ടെടുത്ത ഫോട്ടോകൾ യൂട്യൂബ് ചാനലിൽ ഇട്ടതും അതിനുശേഷം തൻ്റെ വിവാഹം കഴിഞ്ഞെന്നും 26 വയസ്സുള്ള ഒരു പയ്യനെയാണ് വിവാഹം കഴിച്ചതെന്നും ഇനി ഒരിക്കലും എന്നെ വിധവ എന്ന് വിളിക്കരുതെന്ന് അപേക്ഷിച്ചതും ഷെറഫ് അലി അവളുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അയാളുടെ സമ്മതമില്ലാതെ ഒരിക്കലും ആ ഫോട്ടോകൾ യൂട്യൂബ് ചാനലിൽ വരില്ല. അങ്ങനെയുള്ള ഫോട്ടോകളാണല്ലോ അവരിട്ടത്. 26 വയസ്സുള്ള പയ്യനുമായിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് 26 വയസ്സ് തോന്നിക്കുന്ന ഒരു പയ്യൻ്റെ കൂടെ ഇരിക്കുന്നതും മറ്റുമായിട്ടുള്ള ഫോട്ടോകൾ ഇട്ടാൽ അരിയന്നം തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഇതായിരിക്കും ഷാജിദ ആ പറയുന്ന ഭർത്താവെന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷെറഫ് അലിയുടെ സമ്മതത്തോടു കൂടി മാത്രമായിരിക്കും ആ ഫോട്ടോകൾ അതിൽ അപ്ലോഡ് ചെയ്തത്. പക്ഷേ ഇരുവരും വിചാരിച്ചതുപോലെയല്ല മുന്നോട്ട് കാര്യങ്ങൾ പോയത്. അത് വലിയൊരു വിവാദത്തിന് വഴിയൊരുക്കി. ഈ ഷെറഫ് അലിയുടെ കാര്യം എന്തെന്ന് കേട്ടാൽ ഈ ഷെറഫ് അലി മറ്റൊരു പെൺകുട്ടിയായി വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ആ ആളാണ് ഈ നാടകങ്ങൾക്കൊക്കെ നിന്ന് കൊടുത്തത്. അതുമാത്രമല്ല പബ്ലിക്കായിട്ട് മറ്റൊരു സ്ത്രീയോടൊപ്പം ഇരിക്കുന്നതും മറ്റുമായിട്ടുള്ള ഫോട്ടോകളും. ഈ പ്രശ്നങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. ഷാജിയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ രംഗത്ത് വന്നതോടുകൂടി കനത്ത പ്രഹരമാണ് പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ജയിലിലേക്ക് പോകാൻ വരെ സാധ്യതയുണ്ട്. ഭർത്താവിൻ്റെ ബന്ധുവായ അതായത് സഹോദരൻ്റെ പുത്രൻ തന്നെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അയാൾ അതൊരു കമൻറ്റിലൂടെയാണ് രേഖപ്പെടുത്തിയത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മെസ്സേജിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് വീട്ടിലുള്ള ഒരാളാണ്. കണ്ടല്ലോ, ഇതാണ് പുള്ളിക്കാരത്തിയുടെ സ്വഭാവം. ഇനി നിങ്ങൾ പറയാം, എങ്ങനെയാണ് ആ സ്ത്രീയെ ഒരു കുടുംബത്തിൽ താമസിപ്പിക്കാൻ പറ്റും? സഹോദരൻ കട പറ്റിച്ചു എന്നാണല്ലോ എല്ലാവരോടും പറഞ്ഞു തന്നത്. ആ സഹോദരൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ വ്യക്തി ആരാണെന്ന് മനസ്സിലായില്ല. ആ ഒരു സഹോദരൻ്റെ മകനാണ് ഈ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ആരെയും പറ്റിക്കാൻ നിന്നിട്ടില്ല, തട്ടിയെടുക്കാനും നിന്നിട്ടില്ല. പുള്ളിക്കാരത്തിയുടെ സ്വഭാവം ശരിയല്ലാത്തതിനാലാണ് ആ പാർട്ണർ ആയിട്ടുള്ള 2 സഹോദരന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായത്. പിന്നിലൂടെ കുത്തി ഏട്ടനെയും അനിയനെയും കൂടി തെറ്റിച്ചു. അങ്ങനെയാണ് കട നമ്മുടെ കയ്യിൽ വന്നത്. നാട്ടിലേക്ക് വന്ന് അന്വേഷിച്ചാൽ മതി പുള്ളിക്കാരത്തിയുടെ സ്വഭാവം. ഇനി നിങ്ങൾ പറ, ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ എങ്ങനെയാണ് കുടുംബത്തിൽ വെച്ചുകൊണ്ടിരിക്കുക? ഇനി ഒന്നുകൂടി പറയാം, പുള്ളിക്കാരത്തിയുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് എൻ്റെ എളാപ്പ മരണപ്പെട്ടത് എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇയാൾ പറയുന്നത് ഇയാളുടെ എളാപ്പ മരണപ്പെടാനുള്ള കാരണം ഷാജി തന്നെയാണെന്നാണ്. ഇതിനു മുമ്പ് പലരും കമൻ്റായിട്ട് ഈ ഒരു സംശയം മുന്നോട്ട് വെച്ചതുമാണ്. എന്നിരുന്നാലും നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടതാണ്. പിന്നെ ഇവരുടെ സഹോദര പ്രശ്നവും കടസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ ഇവരുടെ കുടുംബ പ്രശ്നമാണ്. ഇരു കൈയും കൂട്ടിയടിക്കാതെ ശബ്ദമുണ്ടാവില്ല. അതുകൊണ്ട് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊന്നും നമുക്ക് അനുമാനിക്കാൻ പറ്റില്ല. പിന്നെ ഷാജിയുടെ ഭർത്താവിൻ്റെ മരണം, അതും അങ്ങനെ തന്നെയാണ്. അതിൽ ഇവർക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസാണ് തീരുമാനിക്കേണ്ടത്. കുറ്റം ചെയ്തവർ മാത്രം ശിക്ഷിക്കപ്പെടട്ടെ.
അത് പോരാഞ്ഞിട്ട് ഇപ്പം ആദ്യ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. മറ്റൊരാൾ കൂടി മെസ്സേജുമായി വന്നിട്ടുണ്ട്. കബീറിൻ്റെ മരണം അന്വേഷിക്കാൻ നമ്മൾ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ. എന്തായാലും ഷാജിദയുടെ ഭർത്താവിൻ്റെ മരണ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുനരന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ രൂപീകരിക്കാൻ പോകുകയാണ്, ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ പോകുകയാണ്. അതിൻ്റെ ഫലമായി ഒരു പക്ഷേ നാളെ നമുക്കറിയാൻ സാധിക്കും ഷാജിദയുടെ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം. ഇൻഷാ അല്ലാ സത്യം പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യട്ടെ. ഞാൻ കബീറിൻ്റെ ഒരു ബന്ധുവാണ്. ഇതെൻ്റെ ഫേക്ക് അക്കൗണ്ടാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി വിളിച്ചു പറയും എന്ന് ഇവളുടെ നാത്തൂൻ്റെ എതിർത്ത കാര്യത്തിൽ മനസ്സിലായത് കൊണ്ടാണ് ഫേക്ക് അക്കൗണ്ട്. കബീറിൻ്റെ മരണ കാരണം ഞങ്ങൾ അറിഞ്ഞത് ഞാൻ പറയാം. കബീർ അവൻ്റെ വീട്ടുകാരുമായി തെറ്റാനുണ്ടായ കാരണം ഇവൾ തന്നെയാണ്. കബീറിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നപ്പോഴേക്കും ഇവൾ കബീറിൻ്റെ ഏട്ടന്മാരെയും പെങ്ങന്മാരെയും കബറിൽ കിടക്കുന്ന ഉമ്മനെയും ഉപ്പനെയും അടക്കം തെറി പറയുകയുണ്ടായി. ഈ തെറി പറയുന്ന വോയിസ് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിനാൽ കബീറിൻ്റെ അവസാന 2 വർഷം ഞങ്ങൾ എല്ലാവരും അവരോട് തെറ്റലിൽ തന്നെ. ഇങ്ങനെയാണ് കബീറിൻ്റെ മറ്റൊരു ബന്ധുവിൻ്റെ കമൻറ്റ്. അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പേടിയാണ്. കാരണം ഷാജിദ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും. അത് പബ്ലിക്കായിട്ട് പറയുമ്പോൾ വലിയൊരു നാണക്കേട് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അവർ അവരുടെ പേരും വിലാസവും ഒന്നും വെളിപ്പെടുത്താത്തത്. ആത്മഹത്യ ചെയ്തു എന്ന് ആകെ ഞെട്ടിപ്പോയി. കബീറിൻ്റെ കബറടക്കത്തിന് ശേഷം കബീർ ഉണ്ടായിരുന്ന സ്ഥലത്തെ സ്റ്റേഷനിൽ പോയി കേസ് അന്വേഷിച്ചു. കേസ് കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ആത്മഹത്യ ആയതിനാൽ കേസ് പറ്റില്ലാന്ന് പോലീസ് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു മരണകാരണം ഭാര്യയുമായുള്ള പ്രശ്നമാണെന്ന്. ഫോൺ പരിശോധിച്ചപ്പോൾ അവർക്ക് അത് മനസ്സിലായി. ഭാര്യയുമായിട്ടുള്ള പ്രശ്നം കാരണമാണ് കബീർ മരിച്ചതെന്ന് പോലീസിന് അന്ന് മനസ്സിലായതാണ്. 5 കുട്ടികൾ അനാഥമാവുമെന്ന് കരുതിയിട്ടായിരിക്കാം പോലീസ് കേസുമായി മുന്നോട്ട് പോവാതിരുന്നത്. ഷാജിദയെക്കുറിച്ച് ഇതുവരെ ആരും അറിയാതിരുന്ന പല രഹസ്യങ്ങളും ഷാജിദയുടെ നാക്ക് കാരണം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും സൈലൻ്റ് ആയിരുന്ന കുടുംബക്കാരും ബന്ധുക്കളുമൊക്കെ ഇപ്പോൾ മുന്നോട്ട് വരാൻ തുടങ്ങി. പലർക്കും ഷാജിദയെ ഭയമാണ്. അവർ പലതും വിളിച്ചു പറയും. ഉള്ളതും ഇല്ലാത്തതുമായ പല കാര്യങ്ങളും അവർ പടച്ചുണ്ടാക്കി വിളിച്ചു പറയും. അത് തങ്ങൾക്ക് തന്നെ വിനയാകുമെന്ന് കരുതിയാണ് പലരും മിണ്ടാതിരുന്നത്. പക്ഷേ ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. അവർ ഓരോരുത്തരായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടി ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കബീറിൻ്റെ മരണകാരണം യഥാർത്ഥത്തിൽ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് വരുന്നത്. നമുക്കും ആ കാര്യത്തിൽ പ്രതീക്ഷിക്കാം. ഷാജിദക്കുള്ള ഒരു കുഴി തോണ്ടി ആ കുഴിയിലേക്ക് വീണിരിക്കുകയാണ്. ഇനി ഷാജിദക്ക് ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് നമുക്കറിയേണ്ടത്.